ചിലർ അങ്ങനെയാണ്. എത്ര തോറ്റാലും പഠിക്കില്ല. തോൽവി എന്നത് ജീവിതത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അധികാര കസേര കൈവിട്ടു പോയത് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ബംഗാളിലെ ആ പഴയ രീതി ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതെ, പറഞ്ഞു വരുന്നത് പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതയെ കുറിച്ചാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായകന്മാരായ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും താഴിറക്കാൻ ബംഗാളിന്റെ മണ്ണിൽ നിന്ന് BJPയെ തുടച്ചു നീക്കാൻ വർഷങ്ങളായി അന്താരാഷ്ട്ര ലെവലിൽ വരെ പ്ലാനുകളിട്ട ആളാണ് മമത. കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിച്ചു, മോദിജിക്കെതിരെ മുന്നണി കെട്ടി. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വന്തം അണികളെ വിട്ട് ആക്രമണം അഴിച്ചുവിട്ടു. മോദിയെയും അമിത്ഷായും തോൽപ്പിക്കാൻ നോക്കിയ മമതയ്ക്ക് ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ബംഗാളിലെ ജനങ്ങൾ മമതയെയും അവരുടെ പാർട്ടിയെയും ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭവാനിപൂർ എന്ന സ്വന്തം കോട്ടയിൽ വെച്ച് BJPയുടെ കരുത്തനായ നേതാവ് സുവേന്ദു അധികാരി മമതയെ 10,000-ലധികം വോട്ടുകൾക്ക് തറ പറ്റിച്ചപ്പോൾ തകർന്നു പോയത് മമതയുടെ അഹങ്കാരമാണ്. പക്ഷെ തമാശ അതല്ല. താൻ തോറ്റു തൊപ്പിയിട്ടു എന്ന കാര്യം ഇപ്പോഴും നമ്മുടെ മമതയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. തോൽവി സമ്മതിക്കാൻ മടിയുള്ളത് കൊണ്ട് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിക്ക് മുന്നിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് മമത. സുവേന്ദു അധികാരിയുടെ ഉജ്ജ്വല വിജയം ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും കോടതിയിൽ ഹർജിയുമായി എത്തിയിരിക്കുകയാണവർ. ഇത് നമ്മൾ പരിശോധിക്കുന്നത് തോൽവി വിശ്വസിക്കാനാകാതെ മമത കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയ കോമാളിത്തരങ്ങളും അവരെ നിലംപരിശാക്കിയ മോദി സുവേന്ദു സഖ്യത്തിന്റെ മാസ് രാഷ്ട്രീയവുമാണ്. അധികാര കസേര ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ മമതയ്ക്ക് അത് ജീവൻ പോകുന്നതിന് തുല്യമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബംഗാളിലെ ജനങ്ങൾ ജനവിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. മമതയുടെ ഗുണ്ടാരാജിനും അഴിമതിക്കുമെതിരെ ജനങ്ങൾ താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി BJPയെ അധികാരത്തിലെത്തിയതാണ്. എന്നാൽ ജനാധിപത്യത്തെ മാനിക്കാൻ മമത തയ്യാറായില്ല. തോറ്റമ്പിയിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ മമത മടിച്ചു നിന്നു. ഒടുവിൽ ബംഗാൾ ഗവർണർക്ക് നേരിട്ടിടപെടേണ്ടി വന്നു. ഗവർണർ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മമതയുടെ മന്ത്രിസഭ നേരിട്ട് പിരിച്ചുവിട്ടപ്പോഴാണ് മമതയ്ക്ക് ബോധം വന്നത്. അധികാരം പോയതോടെ മാനസികമായി തകർന്ന മമത പിന്നീട് ചെയ്തത് അതിക്രമങ്ങളാണ്. ബംഗാളിൽ വോട്ടെടുപ്പിന് ശേഷം BJP പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തൃണമൂലിന്റെ ഗുണ്ടകൾക്ക് മമത ഒത്താശ ചെയ്തു നൽകി. രാജ്യത്തെ നിയമവ്യവസ്ഥയെയും ജനവിധിയെയും പുച്ഛിച്ചു തള്ളുന്നതായിരുന്നു മമതയുടെ ഓരോ നീക്കവും. സ്വന്തം തോൽവി മറച്ചുവെക്കാൻ വേണ്ടി സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർക്കാൻ പോലും മമത മടിച്ചില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇന്ത്യൻ ജനതയുടെ നെഞ്ചിലെ സ്പന്ദനമായ നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ ബംഗാളിൽ മമതയുടെ ഈ അരാജകത്വം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടലോടെ മമതയുടെ എല്ലാ അടവുകളും ഒന്നൊന്നായി പാളിപ്പോവുകയായിരുന്നു. ഇവിടെയാണ് മമതയുടെ യഥാർത്ഥ വൈരാഗ്യ ബുദ്ധി പുറത്തു വരുന്നത്. ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിൽ വെച്ച് BJPയുടെ കരുത്തനായ നേതാവ് സുവേന്ദു അധികാരി മമതയെ 10,000-ലധികം വോട്ടുകൾക്കാണല്ലോ തോൽപ്പിച്ചത്. ജനങ്ങൾ സുവേന്ദുവിനെ വിജയിപ്പിച്ചു, മമതയെ തോൽപ്പിച്ചു. താൻ ദയനീയമായി തോറ്റത് പോരാന് മമതയുടെ സ്വന്തം പാർട്ടിയിൽ വലിയൊരു പിളർപ്പാണ് അടുത്തിടെ ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന 20ഓളം ജനപ്രതിനിധികളായ MPമാരാണ് മമതയെയും പാർട്ടിയെയും ഒറ്റയടിക്ക് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയത്. പാർട്ടി പിളർന്ന് കയ്യിലിരുന്ന ശക്തിയും പോയി. മാനസികമായി പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് മമത ഇപ്പോൾ. എന്നാൽ സ്വന്തം വീട് തകർന്നു കിടക്കുമ്പോഴും തന്റെ കടുത്ത ശത്രുവായ സുവേന്ദു അധികാരിയെ എങ്ങനെ പൂട്ടാമെന്നാണ് മമത ചിന്തിക്കുന്നത്. ഈ വലിയ തകർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് സുവേന്ദുവിന്റെ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് മമത വീണ്ടും കൊൽക്കത്ത ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി ഓടിയിരിക്കുന്നത്. തോറ്റത് താനാണ്, കൂടെയുള്ളവരും ഇട്ട് പിരിഞ്ഞു പോയി. എന്നിട്ടും ജയിച്ചവന്റെ വിജയം അസാധുവാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന മമതയുടെ ഈ പുതിയ അടവ് കണ്ട് രാഷ്ട്രീയ ലോകം മൂക്കത്ത് വിരൽ വെക്കുകയാണ്. മമത മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ച് ശ്രമിച്ചിട്ടും തകർക്കാൻ കഴിയാത്ത പാറ പോലെയുള്ള പ്രതിഭാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. മോദിയെ താഴെയിറക്കാൻ മമത ചെയ്യാത്ത കൂട്ടുകെട്ടുകളില്ല. രാജ്യവിരുദ്ധ ശക്തികളുടെ വരെ പിന്തുണ മമതയ്ക്ക് ഇതിനായി ലഭിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ സംഘടനകൾ വരെ മമതയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ബംഗാളിലേക്ക് വൻതോതിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ സ്വാഗതം ചെയ്ത് അവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് മമത കളിച്ചത്. എന്നാൽ അമിത്ഷാ എന്ന ചാണക്യന്റെ ബുദ്ധിക്ക് മുന്നിൽ മമതയുടെ ഈ കള്ളക്കളികളെല്ലാം പൊളിഞ്ഞു വീണു. മോദി സർക്കാരിന്റെ വികസന നയങ്ങളും ശക്തമായ ദേശീയ സുരക്ഷാ നിലപാടുകളും ബംഗാളിലെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. മമത എത്രയൊക്കെ തടയാൻ നോക്കിയിട്ടും ബംഗാളിന്റെ മണ്ണിൽ മോദി തരംഗം ആനടിച്ചു.
ഇതിന്റെ അടുത്ത ഘട്ടം എന്നോണം മമതയുടെ സ്വന്തം പാർട്ടിയിൽ തന്നെ വലിയ പിളർപ്പുണ്ടായത്. മമതയുടെ അഹങ്കാരത്തിലും അഴിമതിയിലും മനമെടുത്ത 20ഓളം ജനപ്രതിനിധികളായ എംപിമാരാണ് പാർട്ടി വിട്ടുപോയത്. അതോടെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. മോദിയെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട മമതയുടെ സ്വന്തം വീടാണ് ഇപ്പോൾ മോദി ഭരണത്തിന്റെ കരുത്തിന് മുന്നിൽ തകർന്നടിഞ്ഞിരിക്കുന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായി മമത കാണുന്നത് BJPയുടെ സുവേന്ദു അധികാരിയെയാണ്. കാരണം മറ്റൊന്നുമല്ല, മമതയുടെ അഹങ്കാരത്തിന് ജനങ്ങളെ സാക്ഷി നിർത്തി അടി നൽകുന്നത് സുവേന്ദുവാണ്. മുൻപ് 2021 തിരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ വെച്ച് സുവേന്ദു അധികാരി മമതയെ നാണം കെടുത്തി തോൽപ്പിച്ചതാണ്. അന്നും തോൽവി അംഗീകരിക്കാൻ പറ്റാതെ മമത കോടതിയിൽ പോയി ഹർജി നൽകി. ആ കേസ് ഇപ്പോഴും കോടതിയിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഇതാ 2026 ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. ഭവാനിപൂരിൽ മണ്ഡലത്തിൽ 15,000 വോട്ടുകൾക്ക് സുവേന്ദു മമതയെ വീണ്ടും അടിച്ചൊതുക്കി. ഇതോടെ സുവേന്ദുവിനോടുള്ള വൈരാഗ്യം മൂത്ത് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് മമത. വീണ്ടും കോടതിയിലേക്ക് ഓടിയിരിക്കുകയാണ് നീതി. കഴിഞ്ഞ ദിവസമാണ് തന്റെ വക്കീലന്മാരെയും കൂട്ടി മമത കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത്. എന്നാൽ കോടതിയിൽ മമതയ്ക്ക് കിട്ടുന്നത് 8ന്റെ പണിയാണ്. കഴിഞ്ഞ മെയ് 14 വോട്ടെടുപ്പിന് ശേഷമുള്ള ആക്രമണ കേസിൽ മമത കോടതിയിൽ ഹാജരായിരുന്നു. അന്ന് കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ മമതയെ അവിടെയുണ്ടായിരുന്ന അഭിഭാഷകർ കൂട്ടത്തോടെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഒരു മുൻ മുഖ്യമന്ത്രിക്ക് സ്വന്തം നാട്ടിലെ കോടതിയിൽ നിന്നും ഇതിലും വലിയൊരു നാണക്കേട് വരാനുണ്ടോ? എന്നിട്ടും വൈരാഗ്യ ബുദ്ധി മാറ്റിവെക്കാതെ വീണ്ടും സുവേന്ദുവിന്റെ വിജയം റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഹർജി നൽകുന്നത് മമതയുടെ രാഷ്ട്രീയ പാപ്പരത്വമല്ലേ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ബംഗാളിൽ മമതയുടെ പതനം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ബംഗാളിന്റെ മണ്ണിൽ നടത്തിക്കൂട്ടിയ കൊടിയ അഴിമതികളുടെ ഫലമാണിത്. കോടികളുടെ അധ്യാപക നിയമന അഴിമതിയും പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്തടിച്ച റേഷൻ അഴിമതിയും ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ? കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മോദി തങ്ങളെ തകർക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് സുപ്രീം കോടതി വരെ ഓടിയ മമതയ്ക്ക് അവിടെ നിന്നും കടുത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. അഴിമതിക്കാർക്കെതിരെ ശക്തമായ അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു കോടതിയുടെ നിലപാട്. ബംഗാളിലെ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ച് തൃണമൂൽ നേതാക്കളുടെ യഥാർത്ഥ മുഖം മോദി സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചതോടെയാണ് മമതയുടെ അടിത്തറ ഇളകിയത്. ആ ജനരോഷമാണ് ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും മമതയെ ജനങ്ങൾ തൂത്തെറിഞ്ഞതും. സത്യം പറഞ്ഞാൽ മമതയുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഇപ്പോൾ സഹതാപമാണ് തോന്നുന്നത്. രാഷ്ട്രീയത്തിൽ തോൽക്കുന്നതും ജയിക്കുന്നതും ഒക്കെ സാധാരണയാണ്. പക്ഷെ ഇങ്ങനെ തോറ്റം ഞാൻ തോറ്റിട്ടില്ല, ജയിച്ചവൻ കള്ളനാ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? സുവേന്ദു അധികാരി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മമതയ്ക്ക് ഇപ്പോൾ പനിയെടുക്കുന്ന അവസ്ഥയാണ്. ഉറക്കത്തിൽ പോലും സുവേന്ദു വന്ന് വോട്ട് ചോദിക്കുന്നത് സ്വപ്നം കണ്ടായിരിക്കണം നേരം വെളുക്കുമ്പോഴേക്കും വക്കീലന്മാരെയും കൂട്ടി കോടതിയിലേക്ക് ഓടുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചതാണെന്ന് ഇനിയെങ്കിലും ഈ രീതിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവ്, അല്ലാതെ കോടതി കയറ്റി ഇലക്ഷൻ ഫലം മാറ്റി എഴുതാൻ ഇത് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് അല്ല എന്ന് മമത ഓർക്കുന്നത് നന്നായിരിക്കും. കൂടെയുണ്ടായിരുന്ന 20 എംപിമാരും ഇട്ടുപിരിഞ്ഞു പോയപ്പോൾ മമത വിചാരിച്ചു കാണും, പോയവർ പോകട്ടെ, എനിക്ക് സുവേന്ദു ഒന്ന് പൂട്ടണമെന്ന്. സ്വന്തം പാർട്ടിക്കാർ പോലും മമതയുടെ ഈ കടുംപിടുത്തം കണ്ട് മടുത്തിട്ടാണ് താക്കോലും വലിച്ചെറിഞ്ഞ് ഓടിപ്പോയത്. എന്നിട്ടാണ് ബാക്കിയുള്ള വക്കീലന്മാരെയും കൂട്ടി കോടതിയിൽ പോയിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴോ നാണം കെട്ടു. സാധാരണക്കാരനാണെങ്കിൽ നാണം കേട്ടാൽ പിന്നെ ആ വഴിക്ക് പോവില്ല. പക്ഷെ നമ്മുടെ ദീദിക്ക് വൈരാഗ്യ ബുദ്ധി അത്രയ്ക്ക് തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് വക്കീലിന്റെ ഫീസും കൊടുത്ത് അടുത്ത ഹർജിയുമായി വീണ്ടും വന്നിരിക്കുകയാണ്. തോൽവി സമ്മതിക്കാൻ മടിയുള്ളവർക്ക് ചരിത്രം നൽകുന്ന വലിയൊരു തമാശ രൂപമായി മമത ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇതിനെയാണ് രാഷ്ട്രീയത്തിൽ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത നേതാക്കളെ ചരിത്രം എങ്ങനെയാണ് ചവറ്റുകുട്ടയിലേക്ക് തള്ളുന്നത് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ബംഗാളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ശാശ്വതമായി ആർക്കും ഇവിടെ അധികാര കസേരകൾ എഴുതി വെച്ചിട്ടില്ല. തോറ്റിട്ടും തോൽവി സമ്മതിക്കാതെ വൈരാഗ്യ ബുദ്ധിയോടെ കോടതി കയറുന്ന മമതയുടെ ഈ രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.